നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആവേശം മലതല്ലി എം കെ രാഘവൻ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ച ഒബ്സർവർമാരുടെ യോഗം സിവിൽ സ്റ്റേഷനിൽ നടന്നു. ദുഃഖവെള്ളി ദിനത്തിൽ താമരശ്ശേരി ചുരത്തിൽ കുരിശിന്റെ വഴി യാത്ര നടത്തി. ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴിയിൽ പങ്കാളിയായി വയനാട് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. സാമ്പത്തിക പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് എം കെ രാഘവൻ MP. കുറ്റ്യാടിയെ പ്രകമ്പനം കൊള്ളിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ആവേശം മലതല്ലി എം കെ രാഘവൻ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ മുൻപാകെയാണ് പത്രിക നൽകിയത്. UDF പ്രവർത്തകരുടെ ആരവത്തോടെയാണ് എം കെ രാഘവൻ എത്തിയത്. പ്രവർത്തകരുടെ ആവേശത്തേരിലേറി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി എം കെ രാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്തെ ഇളക്കിമറിച്ച് UDF പ്രവർത്തകരുടെ ആവേശ പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥി കലക്ട്രേറ്റിലെത്തിയത്. UDF നേതാക്കളായ TT ഇസ്മായിൽ, സോണി സെബാസ്റ്റ്യൻ, KC അബു, PK ഫിറോസ്, KM അഭിജിത്ത്, നിജേഷ് അരവിന്ദ്, VM ഉമ്മൻ മാസ്റ്റർ, ദിനേശ് മണി, ദിനേശ് പെരുമണ്ണ, PM ജോർജ്, K രാമചന്ദ്രൻ, അച്യുതൻ പുതിയേടത്ത്, MP ആദം മുൽസി, PTM ഷറഫുന്നിസ, T മൊയ്തീൻ കോയ, PA ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ ജില്ലാ വരണാധികാരി കൂടിയായ സ്നേഹിൽ കുമാർ സിംഗിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഡോക്ടർ MK മുനീർ MLA, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MC മായിൻ ഹാജി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവർ കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ച ഒബ്സർവർമാരുടെ യോഗം സിവിൽ സ്റ്റേഷനിൽ നടന്നു. തെരഞ്ഞെടുപ്പ് ചെലവ് പരാതിയിൽ ജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാമെന്ന് അധികൃതർ പറഞ്ഞു. കോഴിക്കോട് മണ്ഡലം എക്സ്പെൻഡിച്ചർ ഒബ്സർവർ സുനിൽ N റാനോട്ട്, വടകര പാർലമെന്റ് മണ്ഡലം എക്സ്പെൻഡിച്ചർ ഒബ്സർവർ മോണിക്ക ഹർഷദ് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ്, നാർക്കോട്ടിക്, ആദായനികുതി, എക്സൈസ്, MCC സെൽ, എൻഫോഴ്സ്മെന്റ് നോഡൽ ഓഫീസർമാർ, അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാർ, ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, വീഡിയോ സർവൈലൻസ് ടീം, അക്കൗണ്ടിംഗ് ടീം എന്നിവരുടെ തലവന്മാർ, എക്സ്പെൻഡിച്ചർ സെൽ അംഗങ്ങൾ എന്നിവരുടെ യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവുമാക്കുന്നതിൽ ചെലവ് നിരീക്ഷണം പ്രധാനമാണെന്ന് ഒബ്സർവർ സുനിൽ N റാനോട്ട് അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പണം, സ്വാധീനം, അധികാരം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റൊരാളേക്കാൾ മേൽക്കൈ ലഭിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് നിരീക്ഷണത്തിന്റെ ലക്ഷ്യം. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക 95 ലക്ഷം രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിൽ ഓരോ ചെലവ് നിരീക്ഷകരുടെയും സ്ക്വാഡുകളുടെയും പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. We have 1 month period for expenditure accounting and sending the details to DCI.
കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, വടകര മണ്ഡലം വരണാധികാരി ADM കെ അജീഷ്, തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ശീതൽ ജി മോഹൻ, തെരഞ്ഞെടുപ്പ് എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെൽ നോഡൽ ഓഫീസർ KP മനോജൻ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ നന്ദന S പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദുഃഖവെള്ളി ദിനത്തിൽ താമരശ്ശേരി ചുരത്തിൽ കുരിശിന്റെ വഴി യാത്ര നടത്തി. യേശുവിന്റെയും മാതാവിന്റെയും വേഷമണിഞ്ഞ് നിരവധി വിശ്വാസികൾ പരിഹാരയാത്രയിൽ പങ്കാളികളായി. താമരശ്ശേരി അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്നും ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിലേക്ക് വയനാടൻ ചുരത്തിലൂടെ 16 കിലോമീറ്റർ ദൂരമുള്ള കുരിശിന്റെ വഴി ചെറുസംഘങ്ങളായി രാവിലെ മുതൽ ആരംഭിച്ചു. രാവിലെ 7:30 അഭിഷേക പ്രാർത്ഥനയും 8:30 ഫാദർ മാത്യു മണിയമ്പ്രയുടെ നേതൃത്വത്തിൽ പീഠാനുഭവ പ്രാർത്ഥനയും നടന്നു. മുൻ MLA KC റോസക്കുട്ടി സന്ദേശം നൽകി. തുടർന്ന് ഗത്സമേൻ ഗ്രോട്ടോ ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ CMAയുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ കുരിശിന്റെ വഴി ആരംഭിച്ചു. യേശുവും മാതാവും ഭക്തസ്ത്രീകളും ബൈബിളിലെ വേഷമണിഞ്ഞ് പരിഹാര യാത്രയ്ക്ക് മുൻപിൽ അണിനിരന്നു. എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അറിയിച്ചു തരുമല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഉച്ചയ്ക്ക് 1:30 ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിൽ പരിഹാര യാത്ര എത്തിച്ചേർന്നു. തുടർന്ന് റവറൻ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ വചന സന്ദേശം നൽകി. കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് രാവിലെ 8 മണി മുതൽ ലക്കിടി ദേവാലയത്തിൽ നേർച്ചക്കഞ്ഞി വിതരണം നടന്നിരുന്നു. വിവിധ ഭക്ത സംഘടനയുടെ നേതൃത്വത്തിലാണ് വിശ്വാസികൾക്ക് യാത്രയിലുടനീളം ജലപാനീയങ്ങൾ വിതരണം ചെയ്തത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തിന്റെ സേവനവും സജ്ജീകരിച്ചിരുന്നു. കുരിശിന്റെ വഴി പരിപാടിക്ക് ഡോക്ടർ തോമസ് തുണ്ടത്തിൽ CMI, ഫാദർ ഷിൻഡോ CMI, ജനറൽ കൺവീനർ ജോസ് അഗസ്റ്റിൻ കീപ്പുറം പാല, C ജീന കുഞ്ഞ്, ടിൻഡു അബി കോഴിക്കോട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി വയനാട് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. ഫാദർ തോമസ് തുണ്ടത്തിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ് സുരേന്ദ്രൻ കുരിശിന്റെ വഴി യാത്രയിൽ പങ്കാളിയായത്. അടിവാരത്തു നിന്നും ഫാദർ തോമസ് P തുണ്ടത്തിലിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾക്കൊപ്പം K സുരേന്ദ്രൻ കുരിശുമല ചവിട്ടിയത്. ഏറെ സ്നേഹാദരങ്ങളോടെയാണ് തീർത്ഥാടകരും പുരോഹിതന്മാരും സ്ഥാനാർത്ഥി K സുരേന്ദ്രനെ സ്വീകരിച്ചത്. മലയോര മേഖലയിൽ ഒട്ടനവധി പ്രയാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലെ പ്രദേശവാസികൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്നായ വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനായി പ്രയത്നിക്കുമെന്നും സുരേന്ദ്രൻ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സാമ്പത്തിക പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് MK രാഘവൻ. ജനം കൂടെയുണ്ടെന്നും UDF സ്ഥാനാർത്ഥി MK രാഘവൻ പറഞ്ഞു. മോദി ഭരണകൂടം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൌണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നും ഇതിനെതിരെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ടെന്നും UDF പ്രവർത്തകർ വീടുകളിൽ കയറി പണം കണ്ടെത്തി ഇതിനെ മറികടക്കുമെന്നും സ്ഥാനാർത്ഥി MK രാഘവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം അതിനെ നേരിടാൻ തയ്യാറായിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ച്
സാമ്പത്തിക പ്രതിസന്ധിയെ ഇല്ലാതാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും MK രാഘവൻ പറഞ്ഞു. രാജ്യത്ത് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ്. രാജ്യം ഏകാധിപത്യത്തിലേക്കാണ് നീങ്ങുന്നത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അവിചാരിതമായി വിഷം ഉള്ളിൽ ചെന്നും മറ്റും മരിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനു മുന്നേ ഇവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കേണ്ടതുണ്ടെന്നും MK രാഘവൻ പറഞ്ഞു. അതിനുള്ള പോരാട്ടത്തിന് രാജ്യത്തെ 28 പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഇന്ത്യ മുന്നണി ശക്തമായി നീങ്ങുകയാണെന്നും MK രാഘവൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ എല്ലാ വീടുകളിലും പോയി കാശ് പിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനെ ഞങ്ങൾ ലോക്കൽ പാർട്ടി ലീഡേഴ്സെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫണ്ടും ഞങ്ങൾ പാർട്ടി വർക്കേഴ്സ് കളക്ട് ചെയ്യും. അങ്ങനെ സാധ്യതയുള്ളൂ, വേറെ സാധ്യതയില്ല. മോദി വിചാരിച്ചാലൊന്നും കോൺഗ്രസിനെ തകർക്കാൻ പറ്റില്ല, ഒരിക്കലും സാധ്യമല്ല. ഇതൊരു ഫാസിസ്റ്റ് ഭരണ രീതിയല്ലേ. തങ്ങളുടെ എതിരാളികളെ എങ്ങനെ ശരിപ്പെടുത്താൻ ആലോചിച്ചുകൊണ്ടൊക്കെയല്ലേ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, എന്തോ ഒരു ആപത്ത് BJPക്ക് വരാൻ വേണ്ടി പോകുന്നു. അടുത്ത ഇലക്ഷനിൽ വാജ്പേയിക്ക് സംഭവിച്ച പരാജയം 2004. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടിയെ പ്രകമ്പനം കൊള്ളിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ റോഡ് ഷോ. ആരോ മോർഫ് ചെയ്ത ഫോട്ടോയുടെ പേരിൽ തനിക്കെതിരെ കേസ് കൊടുത്ത് ഒതുക്കിക്കളയാമെന്ന് കരുതേണ്ടെന്നും ഷാഫി പറഞ്ഞു. കുറ്റ്യാടി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ. നഗരമധ്യത്തിൽ കുടുങ്ങിയ ബസിന് മുകളിൽ പോലും നിലയുറപ്പിച്ചാണ് നാട്ടുകാർ റോഡ് ഷോ വീക്ഷിച്ചത്. ഇതിനൊക്കെയുള്ള നന്ദി വാക്കുകളിൽ ഒതുങ്ങില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞാൻ ചിത്രങ്ങൾ മോർഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മോർഫ് ചെയ്യുന്ന ആളുകളല്ല, ആരെയും ആക്ഷേപിക്കുന്നവരുമല്ല. എന്നാൽ കേസ് കൊടുത്ത് നിശബ്ദമാക്കി കളയാം എന്ന് വിചാരിക്കേണ്ട. ചോദിക്കേണ്ട ചോദ്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ ചോദിച്ചിരിക്കുമെന്നും നിറഞ്ഞ കയ്യടിക്കിടെ ഷാഫി പറമ്പിൽ പറഞ്ഞു. നിങ്ങൾ കൊണ്ട ഈ വെയിലിന് ഈ നാടിന്റെ തണലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ. നിങ്ങളുടെ ഈ സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറയാനാവില്ല. എന്റെ പ്രവൃത്തിയിലൂടെ വടകരക്കുള്ള നന്ദി ഞാൻ കാണിക്കുമെന്ന് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ജാതിയും മതവും വേർതിരിവുകളില്ലാതെ വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും. ഈ നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിൽക്കും. ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടി നിൽക്കും. ഈ നാട് ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതുകളെ കൊണ്ടുവരാൻ പരിശ്രമിക്കും. നിങ്ങളുടെ വോട്ട് കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയാൽ പാർലമെന്റിനകത്തും പുറത്തും വടകരയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പ് ഈ ജനതയ്ക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് സഹനത്തിന്റെ റംസാൻ സന്ദേശങ്ങൾ നൽകി MESന്റെ ഇഫ്താർ സ്നേഹ സംഗമം. കാലിക്കറ്റ് ടവറിൽ നടന്ന സംഗമത്തിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. മത സംഘടനാ രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും ഇഫ്താറിൽ സ്നേഹം പങ്കുവച്ചു. MES കോഴിക്കോട്ട് സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാരംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ, ഇന്ത്യ എന്നൊരു ആശയത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്താൻ വേണ്ടി കൈകോർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടു വന്നത് വെറുതെയല്ല, വളരെ വേദവർത്ഥത്തിൽ വളരെ ലളിതമായ ഒരു പ്രോസസ്സിലൂടെയല്ല. വലിയ പോരാട്ടങ്ങൾ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. പരസ്പരമുള്ള കൈകോർക്കലുകൾ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് രക്തസാക്ഷികൾ അതിൽ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലരായി രൂപപ്പെടുത്തിയെടുത്ത, സുന്ദരമായി ആവിഷ്കരിച്ച, എല്ലാ വൈവിധ്യങ്ങളുടെയും സമ്പന്നമായ ഈ നാടിൻ്റെ സൗന്ദര്യത്തെ അതിൻ്റെ സൗന്ദര്യത്തോടുകൂടി തന്നെ നിലനിർത്തുന്നതിനാവശ്യമായ പ്രയത്നത്തിൽ ഓരോരുത്തരും അവരവരുടെ പങ്ക് നിർവഹിക്കാൻ സാധിക്കണം. അതിന് ഇത്തരം ഒത്തുകൂടലുകൾ സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. PMA സലാം, M സജീവൻ, NP ചേക്കുട്ടി, ഷിഹാബ് പൂക്കോട്ടൂർ, കാസിം ഇരിക്കൂർ, O അബ്ദുറഹിമാൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, CP ഉമ്മർ സുല്ലമി, AI അബ്ദുൽ മജീദ്, ഹുസൈൻ രണ്ടത്താണി, KT കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുട്ടോത്ത് തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര നവീകരണ കലശത്തോടനുബന്ധിച്ച് വിഗ്രഹ ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ഏപ്രിൽ 8 മുതൽ 18 വരെയാണ് നവീകരണ കലശം. തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തോടനുബന്ധിച്ച് വിഗ്രഹ ഘോഷയാത്ര നടത്തി. 2700 വർഷം പഴക്കമുള്ള തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് കിഴിഞ്ഞാണ്യം നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 100 കണക്കിന് ഭക്തജനങ്ങൾ പഞ്ചവാദ്യം, മുത്തുക്കുട, താലപ്പൊലി എന്നിവയോടൊപ്പം ഘോഷയാത്ര നടത്തി. വിഗ്രഹ ഘോഷയാത്രയ്ക്ക് എരവട്ടൂർ മൊയിലോത്ത് ശ്രീ പാപ്പിരിശാല മഹാദേവ ക്ഷേത്രം, ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്രം, ആയിടക്കണ്ടി കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ക്ഷേത്ര പരിസരത്ത് വെച്ച് പുഷ്പവൃഷ്ടിയോടുകൂടി സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്ര പരിസരത്ത് വെച്ച് ക്ഷേത്രം തന്ത്രി ബാണത്തൂർ കുടുംബാംഗം രാമൻ നമ്പൂതിരിപ്പാടും ക്ഷേത്ര ഭാരവാഹികളും വിഗ്രഹം ഏറ്റുവാങ്ങി. നവീകരണ കലശവും പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ ഏപ്രിൽ 8 മുതൽ 18 വരെ ദിവസങ്ങളിൽ നടക്കും. ഏപ്രിൽ 5-ന് മഹാഗണപതി ഹോമവും 6-ന് കലവറ നിറയ്ക്കലും നടക്കും. പുനഃപ്രതിഷ്ഠ ഏപ്രിൽ 15-ന് കാലത്ത് 8 മണിക്ക് നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനുയോജ്യമായ കരിയർ തെരഞ്ഞെടുക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി വിവിധ ജില്ലകളിൽ 50 അവധിക്കാല ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 15 മുതൽ മെയ് 16 വരെയാണ് ക്യാമ്പുകൾ നടത്തുക. വെക്കേഷനായാലും ഇപ്പോഴവിടെ 100 സ്റ്റുഡൻസ് ആണ്. കാരണം ഫ്രീ ആയിട്ട് കഴിഞ്ഞ 28 വർഷമായിട്ട് സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ സിജി എന്ന പേരുള്ള സ്ഥാപനമാണ് ഒരു വിദ്യാർത്ഥികൾക്ക് ദിശാബോധം കൊടുക്കുന്ന, വ്യക്തമായിട്ട് നാട്ടിലെ ഏതൊക്കെ കോഴ്സുകൾ ആ കുട്ടികൾക്ക് ഓരോന്നിനും പോകാൻ പറ്റുന്ന സാധ്യതകൾ, എൻട്രൻസ് പരീക്ഷകൾ, അതിനെങ്ങനെ അപേക്ഷിക്കണം, പഠനകാലത്ത് എങ്ങനെ ചിന്തിക്കണം, ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് മാർഗനിർദ്ദേശം നൽകി കുട്ടികളെ ആ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഒരു NGO ആണ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി നടത്തിവരുന്ന സമ്മർ ക്യാമ്പുകൾ ഇത്തവണ സിജി സമ്മർ ഫെസ്റ്റിവൽ 2024 എന്ന പേരിൽ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമാക്കുകയാണെന്ന് സിജി CEO അനസ് ബിച്ചു പറഞ്ഞു. 3 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഏപ്രിൽ 15 മുതൽ മെയ് 16 വരെയാണ് ക്യാമ്പുകൾ നടത്തുക. വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിക്കുന്ന ക്യാമ്പുകൾ പ്രായാനുസൃതമായ സവിശേഷ തീം അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വിദഗ്ധ പരിശീലകരും വിദ്യാഭ്യാസ വിചക്ഷണരും കരിയർ വിദഗ്ധരും ഉൾപ്പെട്ട സംഘമാണ് ക്യാമ്പുകൾ നയിക്കുക. events.cg.org എന്ന ലിങ്കിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭീമ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം മാവൂർ റോഡിൽ കോട്ടൂളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശങ്കർ വിറ്റൽ രാവൻകാർ എന്റർപ്രൈസസ് സാരഥി ആത്മാനന്ദ് രാവൻകാർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവാഹ ആഭരണങ്ങൾ, സോളിറ്റയർ ഡയമണ്ടുകൾ, പരമ്പരാഗത ആഭരണങ്ങൾ, അമൂല്യ രത്നാഭരണങ്ങൾ, ഭാരം കുറഞ്ഞ ആഭരണങ്ങൾ, പുരുഷന്മാരുടെ ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, ആന്റിക് ഡിസൈൻ ആഭരണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ആഭരണ ശേഖരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ബി ഗിരിരാജൻ, മാനേജിംഗ് ഡയറക്ടർ ജി ബാലചന്ദ്ര കിരൺ, ഡയറക്ടർ എസ് ഋഷികേശ് എന്നിവർ പറഞ്ഞു. 100 വർഷത്തെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ 100ാമത്തെ വർഷത്തിൽ ഞങ്ങൾ ഈ കോഴിക്കോടിലും മാവൂർ റോഡിൽ കോട്ടൂളിയിൽ കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് പല തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മെയിൻലി പാർക്കിംഗ് ആണ്. നേരത്തെയുള്ള ഷോറൂമിനെക്കാട്ടിലും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇൻഹൗസ് ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ ഒരു 8ഓളം കളക്ഷൻസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്റ്റോക്കിനേക്കാളും ഇവിടെ കൂടുതൽ സ്റ്റോക്ക് കൂട്ടിയിട്ടുണ്ട്. 2 നിലകളിലായിട്ടാണ് ഇപ്പോൾ ഈ ഷോറൂം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നേരത്തെ ഉള്ള പോലെ നമ്മുടെ യൂഷ്വൽ ജ്വല്ലറിയാണ്. മുകളിൽ കുറച്ചും കൂടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജാമറിൻ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡയമണ്ട് ജ്വല്ലറിയും. ഷോറൂമിന്റെ ഉദ്ഘാടനം
അരനൂറ്റാണ്ടിലേറെയായി ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ശങ്കർ വിറ്റൽ റാവൻകാർ എന്റർപ്രൈസസ് ഉടമ കാർവാറിലെ ആത്മാനന്ദ് റാവൻകാർ നിർവഹിച്ചു. ഭീമ ജ്വല്ലറിയുടെ 100ാം വാർഷികത്തിൽ ആരംഭിക്കുന്ന പുതിയ ഷോറൂമിൽ സാമോറിൻസ് കോട്ട് എന്ന പ്രത്യേക വിഭാഗവുമുണ്ട്. തനതായ ഡിസൈൻ, ആഭരണം, ഡിസൈനറുടെ സേവനം തുടങ്ങിയവയും ഈ വിഭാഗത്തിന്റെ പ്രത്യേകതയാണെന്ന് സാരഥികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. രാമനാട്ടുകര കൊറ്റമംഗലം കരിങ്കല്ലായി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ക്രിയേറ്റീവ് സ്കൂളിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കളിക്കൂട്ടം ദ്വിദിന അഭിനയ ശില്പശാലയ്ക്ക് തുടക്കമായി. സുധീഷ് കുമാർ കെ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് പ്രകാശൻ എം അധ്യക്ഷനായിരുന്നു. മോഹൻ കാരാട് ആമുഖ പ്രഭാഷണം നടത്തി. ലൈബ്രറി സെക്രട്ടറി പ്രേമദാസൻ കെ, പ്രവീൺ പി, ജിമേഷ് കൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. അഭിനയത്തിന്റെ സാധ്യതകളും ബാലപാഠങ്ങളും പകർന്നു നൽകുന്ന ശില്പശാല ശനിയാഴ്ച സമാപിക്കും. 42 കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. 2023-24 അധ്യയന വർഷത്തെ പഠനോത്സവം ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തുടർന്ന് കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കലാപരിപാടികളും അരങ്ങേറി. പഠനോത്സവം കോഴിക്കോട് സൗത്ത് URC ട്രെയിനർ സുഭാഷ് പി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഫ്സൽ കോന്നിക്കൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ അശോക് കുമാർ, നിഷ ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കയ്യെഴുത്ത്, കേട്ടെഴുത്ത്, ശ്രവ്യവായന, അടിക്കുറിപ്പ് രചന, കവിതാ രചന തുടങ്ങിയ മത്സരങ്ങളുടെ സമ്മാനം വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശം മലതല്ലി MK രാഘവൻ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ച ഒബ്സർവർമാരുടെ യോഗം സിവിൽ സ്റ്റേഷനിൽ നടന്നു. ദുഃഖവെള്ളി ദിനത്തിൽ താമരശ്ശേരി ചുരത്തിൽ കുരിശിന്റെ വഴി യാത്ര നടത്തി. ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴിയിൽ പങ്കാളിയായി വയനാട് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. സാമ്പത്തിക പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് MK രാഘവൻ MP. കുറ്റ്യാടിയെ പ്രകമ്പനം കൊള്ളിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.